മുൻ കെപിസിസി അംഗം കെ.പി.എസ്. തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് ഇത്രയും കാലമായിട്ട് പാർട്ടിന്ന് ഒഴിയേണ്ടി വരിക. അതിന് കാരണക്കാരൻ ജില്ലാ പ്രസിഡന്റാണ്. ഒരു പ്രാവശ്യമല്ല, പല തവണ ഉണ്ടായിട്ടും ഒന്നും തിരുത്താൻ തയ്യാറാവാതെ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. ഇത് വല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വല്ല അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, ഇത്രയും കാലം അതിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. മുൻ കെപിസിസി അംഗം കെ.പി.എസ്. തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമെടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. രാജിക്കത്ത് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ജോയ് പ്രസിഡന്റായതു മുതൽ ചെറുക്കാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സംഘടനാ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറി എം. ലിജു, രാഷ്ട്രീയ കാര്യസമിതി അംഗം എ.പി. അനിൽകുമാർ, ജില്ലാ ചുമതലയുള്ള കെപിസിസി സെക്രട്ടറി പി.എ. സലാം എന്നിവർക്ക് പരാതികൾ നൽകിയിരുന്നു. അവയിലൊന്നും നടപടിയുണ്ടായിട്ടില്ല. അതിനാലാണ് രാജി. തന്നെപ്പോലെ ധാരാളം നേതാക്കൾ ഇനിയും മനമെടുത്ത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. എല്ലാവരിലും പ്രതിഷേധമുണ്ട്. രാജിവെച്ചെങ്കിലും മറ്റേതു പാർട്ടികളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുതൽ സംഘടനാ ചട്ടക്കൂടിനകത്തുണ്ടാവില്ല. എന്നാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങൾ കൈവിടാതെ ജീവിക്കും. തന്റെ രാജിയിലൂടെ CPM വല്ല നേട്ടവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും കെ.പി.എസ്. തങ്ങൾ വിശദീകരിച്ചു. ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ്, തിരൂർ റോഡ്, മൈലപ്പുറം, മലപ്പുറം.